അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ BSൻ്റെ 8ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഡൈവേഴ്സ് ഓർഗാനിസം ജന്തുജാലകങ്ങൾ എന്നുള്ള പാഠമാണ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് ഫിഷസ് മത്സ്യങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്, ആംഫിബിയൻസ് ഉഭയജീവികളെക്കുറിച്ച് പഠിക്കാനുണ്ട്, റെപ്റ്റൈൽസ് ഉരകങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്, ബേർഡ്സ് പക്ഷികളെക്കുറിച്ച് പഠിക്കാനുണ്ട്, ആൻഡ് മമ്മൽസ് സസ്തനികളെക്കുറിച്ച് പഠിക്കാനുണ്ട്. എന്താണ് ഇവയുടെ എല്ലാം പ്രത്യേകത? ഇവയ്ക്കെല്ലാം എന്തുണ്ട്? നട്ടെല്ലുണ്ട് അല്ലേ? ഇവയ്ക്കെല്ലാം സ്പൈൻസ് ഉണ്ട്. ഇനി നമുക്ക് പാഠത്തിലോട്ട് കിടക്കാം. ഈ ഫസ്റ്റ് പേജ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മാങ്ങൻ്റെ ഉള്ളിൽ പുഴു ഉള്ളതാണ് അല്ലേ? എങ്ങനെയാണ് ഈ പുഴു മാങ്ങൻ്റെ ഉള്ളിലെത്തിയത്? ഹൗ ഡിഡ് ദിസ് വേം ഗെറ്റ് ഇൻസൈഡ്? എങ്ങനെയാണ് മാങ്ങയുടെ ഉള്ളിൽ പുഴു വരുന്നത് അല്ലേ? നമുക്കറിയാം ചില പഴുത്ത മാങ്ങകളൊക്കെ വാങ്ങി നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പുഴു വരും. എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. നമ്മളുടെ ഈ മാവ് പൂവിടും അല്ലേ? ഒരു മരത്തിൽ അല്ലെങ്കിൽ ഒരു ചെടിയിൽ കായ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ ചെടി അല്ലെങ്കിൽ ആ മരം ആദ്യം പൂക്കും. പൂവുണ്ടായിട്ടാണ് പിന്നെ കായ ഉണ്ടാവുന്നത് അല്ലേ? അപ്പം ഇങ്ങനെ ഈ പൂവുണ്ടായിക്കഴിഞ്ഞാൽ ചില പ്രാണികൾ വന്നിട്ട് ഈ പൂവിൽ എന്ത് ചെയ്യും? മുട്ടയിടും. ഈ പൂവാണ് നമുക്ക് പിന്നീട് കായയായി മാറുന്നത്. അപ്പം ഈ മുട്ടയിടുമ്പം ഈ മുട്ട എന്തായി മാറും? ഈ പൂവിൻ്റെ കൂടെ വളരെയാണ് ചെയ്യുന്നത്. പൂവ് വലുതായി കായയാകും അല്ലേ? അപ്പം ഈ മുട്ട ഇപ്പോൾ എവിടെയാണുള്ളത്? കായൻ്റെ ഉള്ളിലാണുള്ളത്. ഈ പ്രാണി ഇട്ട മുട്ട മാങ്ങൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അങ്ങനെയാണ് മാങ്ങ ചെത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാങ്ങൻ്റെ ഉള്ളിൽ പുഴുവിനെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നമ്മൾ അടുത്തത് ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് വേംസ് ആർ ഫോംഡ് ഫ്രം ദ എഗ്സ് ഓഫ് സർട്ടൻ ഇൻസെക്റ്റ്. ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, മുട്ട വിരിഞ്ഞ് പുഴുവാകുന്നു, പുഴു വലുതായി പ്രാണിയാകുന്നു. അതായത് എഗ്ഗ് വലുതായി വേമാകുന്നു, വേമ് വലുതായി ഇൻസെക്റ്റ് ആകുന്നു. അടുത്ത് നോക്കാൻ പോകുന്നത് കുഴിയാനനെ കുറിച്ചിട്ടാണ്. കുഴിയാനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? മണ്ണിൽ കുഴി ഉണ്ടാക്കി അതിൽ നിൽക്കുന്ന ഒരു ജീവിയാണ് കുഴിയാന. ഈ കുഴിയാനയുടെ വളർച്ചാ രീതികൾ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ആദ്യം ആരാണ് ഈ കുഴിയാന വലുതായാൽ ആവുന്നത്? ആൻഡ് ലയൺ ലേസ് വിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുമ്പിയെ പോലെയുള്ള ഒരു പ്രാണിയാണിത്. ഇത് ആദ്യം മണ്ണിൽ വന്ന് മുട്ടയിടും. ഈ മുട്ട പിന്നെ എന്താകും? ഈ മുട്ട വിരിഞ്ഞാണ് കുഴിയാന ഉണ്ടാകുന്നത്. കുഴിയാന ആൻഡ് ലയൺ ലേസ് വിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇൻസെക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ പ്രാണിയുടെ ലാർവയാണ്. അങ്ങനെ ഈ കുഴിയാന പിന്നെ എന്തായി മാറും? പ്യൂപ്പയായി മാറും. പ്യൂപ്പയാണ് പിന്നെ എന്തായി മാറുന്നത്? കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ടാണ് ആൻഡ് ലയൺ ലേസ് വിങ് ആയിട്ട് മാറുന്നത്. ഒരു തരം തുമ്പി വർഗത്തിൽപ്പെട്ട ഒരു പ്രാണിയാണ് ഇത് കേട്ടോ. അപ്പം ഇതിന് വളർച്ചാഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്താണ് രൂപാന്തരണം അല്ലെങ്കിൽ എന്താണ് മെറ്റാമോർഫോസിസ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. കൂടുതലുള്ള ചിത്രങ്ങൾ നോക്കൂ. ആദ്യം കൊടുത്തിട്ടുള്ളൊരു ബട്ടർഫ്ലൈ, പൂമ്പാറ്റ എന്താ ചെയ്യുന്നത്? ആദ്യം മുട്ടയിട്ട് പിന്നെ അത് വലുതായി എന്താകും? കാറ്റർപില്ലറാകും. കാറ്റർപില്ലർ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റയുടെ ലാർവയാണ് കേട്ടോ. പിന്നെ ഈ കാറ്റർപില്ലർ പിന്നെ എന്തായി മാറും? പ്യൂപ്പയായി മാറും. പിന്നെ ആ പ്യൂപ്പ വലുതായിട്ട് എന്താകും? പൂമ്പാറ്റയായി വീണ്ടും മാറും. പിന്നെയും ആ വിരിഞ്ഞ പൂമ്പാറ്റ വേറെ ഒരു ഇലയിൽ പോയി മുട്ടയിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് ഒരു സർക്കിൾ പോലെ നടക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് തവളയുടെ കാര്യവും. തവള എന്ത് ചെയ്യും? ആദ്യം മുട്ടയിടും. ആ മുട്ട വലുതായി കഴിഞ്ഞാൽ എന്താകും? ടാഡ്പോൾ ആകും അല്ലേ? വാൽമാക്രിയാകും. വാൽമാക്രി കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ എന്താകും? ഫ്രോഗ്ലെറ്റ് ആകും, അതായത് തവളക്കുട്ടിയാകും. വാലില്ല തവളക്കുട്ടിയാകും. ആ തവള ഒന്നും കൂടി വലുതായി കഴിഞ്ഞാൽ എന്താകും? തവളയായി മാറും അല്ലേ? പൂർണ്ണ വലിയൊരു തവളയായി മാറും. അത് വീണ്ടും എന്താകും? ആ തവള വീണ്ടും മുട്ടയിട്ട് വീണ്ടും ടാഡ്പോൾ വാൽമാക്രിയായി പിന്നെയും തവളക്കുട്ടിയായി വീണ്ടും തവളയായി മാറും. ഇതും എന്താണ്? ഒരു സർക്കിൾ പോലെ, ഒരു വൃത്തം പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു കൊതുകിൻ്റെ എടുത്ത് നോക്കാം. കൊതുക് എന്ത് ചെയ്യും? മുട്ടയിടും. മുട്ട വിരിഞ്ഞ് അതിൻ്റെ ലാർവയാകും. ലാർവ വിരിഞ്ഞ് പ്യൂപ്പയാകും. പൂപ്പ വലുതായി എന്താകും? കൊതുകായി മാറും. ഇതും എന്താണ്? ഒരു സർക്കിൾ പോലെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരികയാണ്. വീണ്ടും ഈ കൊതുക് മുട്ടയിടും, ലാർവയാകും, പ്യൂപ്പയാകും ആണല്ലോ. അപ്പോൾ ഏതൊരു പ്രാണിയും ഏതൊരു ഇൻസെക്റ്റ് ആണെന്നുണ്ടെങ്കിലും ആദ്യം എന്താ ചെയ്യുന്നത്? മുട്ടയിട്ടും ആ മുട്ട പിന്നെ എന്തായി മാറും? ലാർവയാണ്. പിറ്റത്തെ സ്റ്റേജ് പ്യൂപ്പയാണ്. പിന്നെയുള്ള സ്റ്റേജ് എന്താണ്? അത് അമ്മയുടെ ആ രൂപത്തിലേക്ക് ജീവിയുടെ രൂപത്തിലേക്ക് വരികയാണ്. ഇൻ സം ക്രീച്ചേഴ്സ് ദ ലാർവ ഡു നോട്ട് റിസംബിൾ ടു ദ പാരൻറ്റ്. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാവില്ല, അതായത് തവള പോലെ. ദ ലാർവ ഫോംഡ് ഫ്രം ദ എഗ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ബിക്കം എ ക്രീച്ചേഴ്സ് റിസംബ്ലിംഗ് ദ പാരൻറ്റ്.
അതായത് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയെ സാദൃശ്യമുള്ളതായി മാറുന്നു. ദിസ് ചേഞ്ച് ഈസ് കോൾഡ് മെറ്റാമോർഫോസിസ്. ഈ മാറ്റത്തെ രൂപാന്തരണം എന്ന് പറയുന്നു. എന്താണ് രൂപാന്തരണം എന്ന് മനസ്സിലായില്ലേ? ആദ്യം മുട്ടയിട്ട് പിന്നെ ലാർവയായി, ലാർവ പിന്നെ പ്യൂപ്പയായി, പ്യൂപ്പ പിന്നെ മാതൃജീവിയുടെ അതേ രൂപത്തിലായി മാറുന്നു. ഇവിടെ കുറച്ച് സ്പൈസസിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. പെപ്പർ, കുരുമുളക്, ക്ലോവ്, ഗ്രാമ്പു, സിനമൺ, കറുവപ്പട്ട. എന്താണ് ഇവയുടെ പ്രത്യേകത? The chemicals produced by the plants to protect themselves from pests make them aromatic spices. അതായത് കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. നമ്മൾ പറഞ്ഞു ഈ പ്രാണികളെല്ലാം ഇലകളിൽ വന്നിട്ടാണ് മുട്ടയിടുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, അതിന് പറയുന്ന പേരാണ് അരോമാറ്റിക് സ്പൈസസ്. ഇതേപോലെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുള്ള നല്ല മണമുള്ള സ്പൈസസുകളിൽ ആര് വന്ന് മുട്ടയിടില്ല? പ്രാണികൾ വന്ന് മുട്ടയിടില്ല. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ നല്ല സ്മെല്ല് കാരണം. അടുത്തത് ഒരു പുഴു. ആ പുഴുവിന് പല കാര്യങ്ങളും നമ്മളോട് പറയാനുണ്ട്. എന്താണെന്ന് നോക്കാം. There are many creatures that feed on us. They cannot exist without us. ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്. ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. അതാരൊക്കെയാണ്? കോഴി പുഴുക്കൾ തിന്നും അല്ലേ? അതുപോലെ തന്നെ പിന്നെ ആരാണ് പുഴുവിനെ തിന്നുന്നത്? പക്ഷികൾ അല്ലേ? ഒരുപാട് പക്ഷികൾ. ഈ പക്ഷികളൊക്കെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത് തീറ്റയായിട്ട്? പുഴുക്കളെയാണ് അവരുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ദ ഇൻസെക്ട്സ് ദാറ്റ് ഗ്രോ ഫ്രം അസ് പോളിനേറ്റ് മെനി ഫ്ലവേഴ്സ്. ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു. അപ്പം ഈ പ്രാണി വന്ന് മുട്ട വിരിഞ്ഞുണ്ടാവുന്ന പുഴുവാണിത് ഇല്ലേ? ഈ പുഴു എന്താകും? പിന്നെ പ്യൂപ്പയായി മാറിയിട്ടാണ് പിന്നെ പ്രാണിയായി മാറുന്നത്. അപ്പോൾ ഇവർ പറയാണ് ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പുഴുക്കൾ വലുതായി പ്രാണികളാകുമ്പോൾ അവരാണ് എന്ത് നടത്തുന്നത്? പൂക്കളിൽ പരാഗണം നടത്തുന്നത് അല്ലേ? ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? We keep the surrounding clean by eating dead creatures and food waste. ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന എന്ത് വേസ്റ്റും മണ്ണിനോട് ചേർന്ന് അലിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? പുഴുക്കൾ തിന്നിട്ടാണ് അവ മണ്ണിനോട് അലിഞ്ഞു ചേരുന്നത് കേട്ടോ. എല്ലാ ഭക്ഷണ അവശിഷ്ടങ്ങളും ചത്തു ചീഞ്ഞ ജന്തുക്കളുടെ അവശിഷ്ടങ്ങളൊക്കെ കേട്ടോ. നമ്മൾ ഇൻസെക്റ്റിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കുന്നത് സ്മോൾ ഇൻസെക്ട്സ് ആസ് ഫുഡ്. ചെറുപ്രാണികൾ ഭക്ഷണത്തിന്. People in many parts of the world use insects like grasshoppers, worms, beetles, scorpions and ants for food. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. എന്തിനാണ് ഇവർ ഇത് കഴിക്കുന്നത് നോക്കാം. സ്മോൾ ഇൻസെക്ട്സ് ആർ എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് വൈറ്റമിൻസ്. എന്താ പറയുന്നത്? ഈ ചെറിയ പ്രാണികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിൽ ഒരുപാട് എന്തുണ്ട്? പ്രോട്ടീൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട്. There are also kept for food in some area because of the availability of low cost proteins. ഇവരെന്താണ്? ഇതിനെ വളർത്തി വലുതാക്കി എടുക്കാൻ ഈ ജീവജാലങ്ങളെ വളർത്തി വലുതാക്കി എടുക്കാൻ വലിയ ചിലവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ പ്രോട്ടീനുകളും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അവർ ഈ രീതിയിലാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പ്രാണികളെയും എലി, തേള്, പാമ്പ്, തവള എന്ന് പറഞ്ഞിട്ടുള്ള ജീവജാലങ്ങളൊക്കെ അവർ കഴിക്കുന്നത് കേട്ടോ. നല്ല വൈറ്റമിൻസും പ്രോട്ടീൻസും എന്തിലുണ്ട്? ഇത്തരത്തിലുള്ള ഇൻസെക്റ്റിലുണ്ട്. നമ്മളടുത്ത് നോക്കുന്നത് ബട്ടർഫ്ലൈസ്, ചിത്രശലഭങ്ങളെ കുറിച്ചിട്ടാണ്. പ്രാണി കുടുംബത്തിലെ ഒരു വിഭാഗമാണ് ചിത്രശലഭങ്ങൾ. ബട്ടർഫ്ലൈസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ദ ഇൻസെക്ട് ഫാമിലി. എന്തെല്ലാമാണ് ഈ ബട്ടർഫ്ലൈസിൻ്റെ പ്രത്യേകത? സം ബട്ടർഫ്ലൈസ് ലേ എഗ്സ് ഓൺ പർട്ടിക്കുലർ പ്ലാന്റ്സ്. ദ പാർട്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് ആർ ദ ഫുഡ് ഓഫ് ദ ബട്ടർഫ്ലൈസ് ലാർവ. ചില ശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. അതായത് പൂമ്പാറ്റകൾ എല്ലാ ഇലകളിലും പോയി മുട്ടയിടൂല. കാരണം എന്താണ്? ഇവ മുട്ടയിട്ട് വലുതായി അവരുടെ ലാർവ ആവും അല്ലേ? ആ ലാർവയ്ക്ക് ആ ഇല ഭക്ഷണം കഴിച്ചിട്ട് വേണം വലുതാവാൻ. അപ്പം അവരുടെ ലാർവയ്ക്ക് കഴിക്കാൻ പറ്റിയ ഇല ഏതാണോ അത്തരത്തിലുള്ള ചെടികളുടെ ഇലകളിലാണ്
പൂമ്പാറ്റകൾ പോയി മുട്ടയിടുന്നത്. നമുക്ക് കുറച്ച് ശലഭങ്ങളുടെ പേരും അവ ഏതെല്ലാം ചെടികളിലാണ് വന്ന് മുട്ടയിടുന്നത് നോക്കാം. നാരകശലഭം നാരക മരത്തിലാണ് വന്ന് മുട്ടയിടുന്നത്. അരളിശലഭം അരളി മരത്തിലാണ് വന്ന് മുട്ടയിടുന്നത്. അരളിച്ചെടിയിലെ വെള്ളിലത്തോഴി എന്ന് പറയുന്ന ശലഭം വെള്ളിലയിലാണ് വന്ന് മുട്ടയിടുന്നത്. എരുക്കുതപ്പി എന്ന് പറയുന്ന ശലഭം എരിക്കു ചെടിയിലാണ് വന്ന് മുട്ടയിടുന്നത്. എന്താണ് ശലഭോദ്യാനം എന്നുള്ളത് നോക്കാം. For the survival of butterflies, both nectar plants and host plants are necessary. ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. Butterflies get nectar from the nectar plants. ഈ രണ്ട്, അതായത് the larva feed on the host plants. A butterfly's garden is a garden with both these kinds of. അതായത് ഈ രണ്ട് തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം. അതായത് ഒരു ബട്ടർഫ്ലൈക്ക്, ഒരു പൂമ്പാറ്റയ്ക്ക് മുട്ടയിടണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അവ നോക്കുക. ഒന്ന്, ആ ബട്ടർഫ്ലൈക്ക്, ആ പൂമ്പാറ്റയ്ക്ക് തേൻ കുടിക്കാൻ പറ്റുന്ന ചെടിയാണോ, പൂവിൽ നിന്ന് തേൻ കുടിക്കാൻ പറ്റുന്ന ചെടിയാണോ നോക്കും. രണ്ടാമത് എന്താണ്, അത് മുട്ടയിട്ട് വിരിയുന്ന ലാർവയ്ക്ക് ആ ചെടിയുടെ ഇല ഭക്ഷണമായി കഴിക്കാൻ പറ്റുമോ എന്നും നോക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ശലഭങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സസ്യങ്ങളുള്ളതിനെയാണ് എന്ത് പറയുക, ശലഭോദ്യാനം എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പകൽ സമയത്ത് ഡേ ടൈമിൽ കാണുന്ന ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകളെ കുറിച്ചിട്ടാണ്. ഇനി രാത്രി കാലങ്ങളിൽ കാണുന്ന പൂമ്പാറ്റകളെ കുറിച്ചിട്ട് പറയാം. ദേ ആർ മോഡ്സ്. Unlike butterflies, most of them are not colorful. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. മറ്റുള്ള ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാവില്ല. Some moths have feather-like antennae. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശിനികളാണ് ഉള്ളത്. Silk is produced from the cocoon made by the larva of a kind of moths. അതായത് ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവയുടെ കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളടുത്തത് ഉറുമ്പുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഉറുമ്പുകൾ കൂട്ടമായി താമസിക്കുന്നതിന് കോളനി എന്നാണ് പറയുക. Ants are small creatures living as a community. Different types of ants can be found in a colony of ants, performing the task of laying eggs, collecting food and protecting from enemies. അതായത് സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകളെ ഒരു കൂട്ടത്തിൽ കാണാൻ കഴിയും. അപ്പം ഒരു ഉറുമ്പ് കൂട്ടത്തിൽ പല വിഭാഗക്കാരുണ്ടാവും. മുട്ടയിടുന്ന ഉറുമ്പുകളുണ്ടാകും, അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഉറുമ്പുകളുണ്ടാകും, അതുപോലെ തന്നെ മറ്റുള്ള വിവിധ തരം ജോലികൾ ചെയ്യുന്ന ഉറുമ്പുകളുണ്ടാകും. Male and female ants that perform the reproductive function come out of their colonies with wings. They mate with male and female ants from another colony and form two colonies. അതായത് പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നു. അതായത് മുട്ടയിടാനായിട്ടുള്ള ഉറുമ്പുകളുണ്ട്, അത് ആണുമുണ്ട് പെണ്ണുമുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തുണ്ടാകുന്നുണ്ട്? ചിറക് മുളക്കുന്നുണ്ട്. ഇവ എന്ത് ചെയ്യും? ചിറക് മുളച്ചിട്ട് കൂട്ടിൽ നിന്നും പുറത്ത് വരും. എന്നിട്ട് ഇവ എന്ത് ചെയ്യും? ഇവ മറ്റൊരു കൂട്ടിൽ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവർ മറ്റുള്ള ഉറുമ്പ് കൂടുകളിൽ പോയിട്ടാണ് അവിടുത്തെ ഉറുമ്പുകളുമായി ഇണചേർന്നിട്ടാണ് അവരെന്തുണ്ടാക്കുന്നത്? പുതിയ കൂടുകൾ ഉണ്ടാക്കി കുടുംബമായി ജീവിക്കുന്നത്. അടുത്ത ഇൻസെക്റ്റ് പ്രാണിയെക്കുറിച്ച് പഠിക്കുന്നത് കൂറയാണ്, അല്ലെങ്കിൽ പാറ്റയെ കുറിച്ചിട്ടാണ്. പാറ്റ ആദ്യം എന്ത് ചെയ്യും? മുട്ടയിടും. എന്നിട്ട് എന്തുണ്ടാകും? അതിന് ലാർവയുണ്ടാകും അല്ലേ? അതിൻ്റെ ലാർവയ്ക്ക് പറയുന്ന പേരാണ് നിംഫ്. ലാർവ എന്ന് പറയില്ല, നിംഫ് എന്നാണ് പറയുക കേട്ടോ. അങ്ങനെ ആ നിംഫ് വലുതായിട്ട് പൂർണ്ണ വളർച്ചയിലെത്തുമ്പോഴാണ് അതെന്തായി മാറുന്നത്? പാറ്റയായി മാറുന്നത്. അപ്പോൾ ഈ പാറ്റയുടെ വിവിധ ഘട്ടങ്ങളാണ്. ഈ പാറ്റ വളരുന്നതിനനുസരിച്ചിട്ട് ആദ്യം ചെറിയ പാറ്റയാവും, പിന്നെ കുറച്ചും കൂടി വലുതാകും, പിന്നെ അതിലൂടെ കുറച്ചും കൂടി വലുതാകും. അങ്ങനെയാണ് ഇതിൻ്റെ വളർച്ചാഘട്ടങ്ങൾ. നമ്മളൊരു ഇൻസെക്റ്റിൻ്റെ അല്ലെങ്കിൽ പ്രാണിയുടെ ബോഡി പാർട്സാണ്, ശരീരഭാഗങ്ങളാണ് നോക്കുന്നത്. എന്തൊക്കെയുണ്ട്? ലെഗ്സ്, കാലുകളുണ്ട്, മൗത്ത്, വായയുണ്ട്, ആൻറ്റിന്, അതിന് കൊമ്പുണ്ട്, ഹെഡ്, തലയുണ്ട്, തൊറാക്സ്, നെഞ്ചുണ്ട്, അബ്ഡോമൻ, ഉദരമുണ്ട്, വിങ്സ്, ചിറകുകളുണ്ട്. ഇതെല്ലാമാണ് ഒരു
ഇൻസെക്റ്റിന്, ഒരു പ്രാണികൾക്കുള്ള ബോഡി പാർട്സ്, ശരീര ഭാഗങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഫിഷിനെ കുറിച്ചിട്ടാണ്, മീനുകളെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മീൻകുട്ടികൾ ഉണ്ടാകുന്നത്? മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ഓഫ് സ്പ്രിങ്സ് ഓഫ് ഫിഷ് ഓർ ഹാച്ച്ഡ് ഫ്രം എഗ്സ്. നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ് ഊത്തുകയറ്റം. ഫ്ലഡ് പ്ലെയിൻസ് ബ്രീഡിംഗ് റൺ. The migration of the fishes in large numbers to water bodies such as streams, fields, small lakes and backwaters for breeding during the monsoon in the month of June is known as floodplain breeding run. അതായത് എന്താണ് ഈ ഊത്തുകയറ്റം എന്ന് പറഞ്ഞാൽ, ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രത്യുൽപാദനം നടത്താൻ വേണ്ടി മത്സ്യങ്ങൾ കൂട്ടത്തോടെ മറ്റുള്ള ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തുകയറ്റം എന്ന് പറയുന്നത്. ഈ ഊത്തുകയറ്റ സമയങ്ങളിൽ അല്ലെങ്കിൽ ഫ്ലഡ് പ്ലെയിൻ നടക്കുന്ന സമയത്ത് മീൻ പിടിക്കാൻ പാടില്ല, ശിക്ഷാർഹമാണ്. ഇനി നമ്മളൊരു ഫിഷിൻ്റെ ബോഡി പാർട്സ് ആണ് നോക്കുന്നത്. ഫിഷിന് എന്തെല്ലാം ഭാഗങ്ങളുണ്ട്? മൗത്ത്, വായ, ഐസ്, കണ്ണ്, പിന്നെന്താണ് ഫിൻ, ചിറകുണ്ട്, സ്കെയിൽസ് പറഞ്ഞാൽ അതിൻ്റെ ശരീരത്തിലുള്ള ചെളുക്ക പോലെയുള്ളത്, ടെയിൽ, വാലുണ്ട്, ഗിൽസ്, ചെകിളയുണ്ട്. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ്. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഉഭയജീവികളെ കുറിച്ചിട്ടാണ്, അതായത് ആംഫിബിയൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ആദ്യം തവളയെ കുറിച്ച് നോക്കാം. ദ ഫസ്റ്റ് ഫേസ് ഓഫ് അവർ ലൈഫ് സൈക്കിൾ ഈസ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. തവള എന്ന് പറഞ്ഞിട്ടുള്ള ജീവി അതിൻ്റെ ജീവിതകാലം ഫസ്റ്റ് തുടങ്ങുന്നത് എവിടെയാണ്? വെള്ളത്തിലാണ് അല്ലേ? വെള്ളത്തിലാണ് അത് മുട്ടയിടുന്നത്. വെൻ വി ആർ ഫുള്ളി ഗ്രോ വി ലിവ് ഇൻ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. അതിൻ്റെ വളർച്ച എത്തിക്കഴിഞ്ഞാൽ അവരെവിടേക്കാണ് ജീവിക്കുക? കരയിലും ജീവിക്കും, വെള്ളത്തിലും ജീവിക്കും. വി ആർ കോൾഡ് ആംഫിബിയൻസ്. ഞങ്ങളെ ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത്. വി ഹാവ് സ്പൈൻസ്. ഞങ്ങൾക്ക് നട്ടെല്ലുണ്ട്. അപ്പം നട്ടെല്ലുള്ള ജീവിയാണ് തവള. ഇനി നമുക്ക് തവളയുടെ വളർച്ചാഘട്ടങ്ങൾ നോക്കാം. ആദ്യം തവള വെള്ളത്തിൽ പോയി എന്തിടും? മുട്ടയിടും അല്ലേ? ആ മുട്ട വിരിഞ്ഞ് എന്താകും? വാൽമാക്രിയാകും. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ടാഡ്പോൾ. ഈ വാൽമാക്രി കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ എന്താകും? ഫ്രോഗ്ലെറ്റ് ആകും. അതായത് വാലുള്ള ചെറിയൊരു തവളക്കുട്ടിയാകും. ഈ വാലുള്ള തവളക്കുട്ടി കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ എന്താകും? ഫ്രോഗാകും. പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള ഒരു തവളയായി മാറും. ആണ് തവളയുടെ വളർച്ചാഘട്ടങ്ങൾ. Sicilians are another type of amphibians found in Kerala. They are also known as blind snakes, kurudi. അതായത് സിസിലിയനുകൾ കേരളത്തിൽ കണ്ടുവരുന്ന മറ്റു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ. അതിനെ സാധാരണയായി പറയുന്നത് കുരുടികൾ എന്നാണ് പറയുന്നത്. Their eyes are covered with transparent skin. They are often mistaken for snakes. ശരീരത്തിലെ തൊലി കൊണ്ട് തന്നെ അതിൻ്റെ കണ്ണ് മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേ ആർ ഓഫ്റ്റൻ മിസ്റ്റേക്ക് ഫോർ സ്നേക്സ്. പലപ്പോഴും ഇവയെ പാമ്പുകളായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ ശരിക്കും എന്താണ്? പാമ്പ് വിഭാഗത്തിൽപ്പെട്ടതല്ല, കുരുടി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതെന്താണ്? ഒരു ഉഭയജീവിയാണ്, ആംഫിബിയൻ വിഭാഗത്തിൽപ്പെടുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെപ്റ്റൈൽസ്, ഉരകങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്ക് എന്താണ് ഉരകങ്ങളുടെ പ്രത്യേകത, അല്ലെങ്കിൽ റെപ്റ്റൈൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. റെപ്റ്റൈൽസ് ഹാവ് ഡ്രൈ സ്കെയിലി സ്കിൻ. ഉരകങ്ങൾക്ക് വരണ്ടതും ശൽക്കകളുള്ളതുമായിട്ടുള്ള ചർമ്മമാണുള്ളത്. റെപ്റ്റൈൽസ് ഹാവ് ടീത്ത് ദാറ്റ് ആർ ഓൾ ദ സെയിം സൈസ്. ഉരകങ്ങൾക്ക് എല്ലാം ഒരേ വലുപ്പത്തിലുള്ള പല്ലുകളാണുള്ളത്. മോസ്റ്റ് റെപ്റ്റൈൽസ് ലേ എഗ്സ്. ഒരുവിധം എല്ലാ റെപ്റ്റൈൽസും മുട്ടയിടുന്നവയാണ്. റെപ്റ്റൈൽസ് ആർ കോൾഡ് ബ്ലഡഡ്. റെപ്റ്റൈൽസിന്, ഉരകങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് തണുത്ത ബ്ലഡാണ്. റെപ്റ്റൈൽസ് ടേക്ക് കെയർ ഓഫ് ദംസെൽവ്സ് ആഫ്റ്റർ ഹാച്ചിങ്. മുട്ട വിരിഞ്ഞതിന് ശേഷം ഉരകങ്ങൾ സ്വയം പരിപാലിക്കുന്നു. ഇവരുടെ അമ്മ വന്ന് മുട്ടയിട്ടിട്ട് പോകും. പിന്നെ മുട്ട വിരിഞ്ഞ് വലിയ കുട്ടികളായിട്ട് പിന്നെ വെള്ളത്തിലേക്ക് പോകേണ്ടത് ആരാണ്? ഇവർ സ്വന്തം തന്നെയാണ്, അല്ലാതെ അമ്മ വന്ന് കൊണ്ടുപോകുന്നില്ല. ഈ റെപ്റ്റൈൽസിൽ നമ്മൾ കുറച്ച് പാമ്പുകളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇവിടെ കിങ് കോബ്രയെ കുറിച്ചിട്ടാണ്. കിങ് കോബ്ര എന്ന് പറഞ്ഞാൽ രാജവെമ്പാല. എന്താണ്? ടീ മാർക്ക് വിസിബിൾ ഓൺ ദ ഹുഡ്. പത്തിയിൽ തെളിഞ്ഞു നിൽക്കും ടീ പോലെയുള്ള ഒരു അടയാളം. ലെങ്ത് അപ് ടു 5 meters. 5 മീറ്ററാണ് ഇതിൻ്റെ നീളം. അതായത് ഈ പാമ്പിൻ്റെ നീളമാണ് 5 മീറ്റർ. അതായത് ഒരു സാരിയുടെ നീളം ഉണ്ടാകും. ബാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോഡി. എന്താണ്? ശരീരത്തിൻ്റെ മുൻഭാഗത്ത് എന്തുണ്ട്?
വലയങ്ങളുണ്ട് അല്ലേ, വളയങ്ങളുണ്ട്. ഡാർക്ക് ബ്ലാക്ക് കളർ ഓഫ് ദ ടെയിൽ, ഇതിൻ്റെ വാലിന് നല്ല കറുപ്പ് നിറമുണ്ടാകും. ഈ രാജവെമ്പാല അല്ലെങ്കിൽ കിങ് കോബ്ര കഴിക്കുക എന്താണ്, മറ്റുള്ള പാമ്പുകളെയാണ് ഇത് കഴിക്കുക കേട്ടോ. ഭയങ്കര വിഷമുള്ള പാമ്പാണ് കിങ് കോബ്ര. എന്താ പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ സ്നേക്സ് ആർ നോൺ വെനമസ്. ഓൺലി 5 സ്പെഷ്യൽ ഓഫ് സ്നേക്സ് ഫൗണ്ട് ഇൻ കേരളം ആർ വെനമസ്. വെനമസ് എന്ന് പറഞ്ഞാൽ വിഷമാണ് കേട്ടോ. കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാണ്. അതായത് നമ്മൾ കാണുന്ന പാമ്പുകളെല്ലാം വിഷമുള്ള പാമ്പുകളല്ല. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്ക് വിഷമുള്ളൂ. അത് പാമ്പ് കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ്, ഡു നോട്ട് ഇൻജ്യൂർ ദ ബൈറ്റ് സൈറ്റ് ഓർ ട്രൈ ടു സക്ക് ഔട്ട് ദ വെനം. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ഡു നോട്ട് പാനിക് ദ ബൈറ്റൻ പേഴ്സൺ, കൺസോൾ ആൻഡ് ഹെൽപ്പ് ദം സ്റ്റേ കാം. കടിയേറ്റയാളെ പേടിപ്പിക്കരുത്, സമാധാനിപ്പിച്ച് ശാന്തത ആയിട്ട് അവരെ സഹായിക്കണം. ദ ബൈറ്റൻ പേഴ്സൺ ഷുഡ് ബി ടേക്കൺ ടു ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. ഈ കടിയേറ്റ ആളുകളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. നമ്മളടുത്തത് ബേർഡ്സ്, പക്ഷികളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ബേർഡ്സ് ഹാവ് വിങ്സ്, ഫെതേഴ്സ്. പക്ഷികൾക്ക് എന്തുണ്ട്, ചിറകുകളുണ്ട്, അതുപോലെ തന്നെ തൂവലുകളുമുണ്ട്. ബേർഡ്സ് ഹാവ് എ ലൈറ്റ് വെയ്റ്റ് സ്കെൽറ്റൻ വിത്ത് ഹോളോ ബോൺസ്. പക്ഷികൾക്ക് പൊള്ളയായതും ഭാരം കുറഞ്ഞതുമായ അസ്ഥികളാണുള്ളത്. ബേർഡ്സ് ലേ എഗ്സ്. പക്ഷികൾ മുട്ടയിടുന്നു. ബേർഡ്സ് ആർ വാം ബ്ലഡഡ്. പക്ഷികൾക്ക് എങ്ങനെയാണ്, അവർക്ക് ചൂട് രക്തമാണുള്ളത്. ബേർഡ്സ് ഹാവ് ടൂത്ത്ലെസ് ബീക്സ്. അതായത് പക്ഷികൾക്ക് പല്ലില്ലാത്ത കൊക്കുകളാണുള്ളത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മമ്മൽസ്, സസ്തനികളെ കുറിച്ചിട്ടാണ്. മമ്മൽസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. മമ്മൽസ് ആർ ക്രീച്ചേഴ്സ് ദാറ്റ് ഗിവ് ബർത്ത് ആൻഡ് ഫീഡ് മിൽക്ക് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. അതായത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മൾ നേരത്തെ മീനുകൾ, ഫിഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഓഫ് സ്പ്രിങ് ഉപയോഗിച്ചു, ഇപ്പോഴും ഓഫ് സ്പ്രിങ് ഉപയോഗിച്ചു. ഓഫ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. യങ് വൺസ് എന്ന് പറഞ്ഞാലും കുട്ടികളാണ്. അപ്പോൾ കരയിൽ മാത്രമല്ല സസ്തനികളുള്ളത്, വെള്ളത്തിലുമുണ്ട്. മമ്മൽസ് ലാൻഡിൽ മാത്രമല്ല വാട്ടറിലുണ്ട്. ഏതൊക്കെയാണ്, വെയിൽ, തിമിംഗലം, ഡോൾഫിന്, ബാറ്റ്, വവ്വാൽ, നീർനായ എന്നിവയെല്ലാം സസ്തനികളിൽ അല്ലെങ്കിൽ മമ്മൽസിൽ പെടുന്നവയാണ്. നമുക്ക് സസ്തനികളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവയ്ക്ക് എന്തുണ്ട്, നട്ടെല്ലുണ്ട്, രോമമുണ്ട്, ഹൃദയത്തിന് 4 അറകളുണ്ട്, ഉഷ്ണരക്തമുള്ള ജീവികളാണ്. അതുപോലെ തന്നെ പാലുൽപാദന ഗ്രന്ഥികളുണ്ട്, ചെവിയിൽ കേൾവിയെ സഹായിക്കുന്ന 3 എല്ലുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്വേദന ഗ്രന്ഥിയുമുണ്ട്. ചില സസ്തനികൾ വളർത്തു മൃഗങ്ങളാണ്. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത്, എന്തിനൊക്കെയാണ്, പാലിന്, മാംസത്തിന്, രോമത്തിന് അല്ലേ. വളർത്തു മൃഗങ്ങൾ ഉപകാരികളാണെങ്കിലും അവയിൽ നിന്നും മനുഷ്യർക്ക് രോഗങ്ങൾ പകരാറുണ്ട്. എന്തെല്ലാം രോഗങ്ങളാണ് കണ്ടെത്തിയത്, എന്തെല്ലാം രോഗങ്ങളാണ് വരിക, പേവിഷബാധ, എലിപ്പനി, പക്ഷിപ്പനി, ആന്ത്രാക്സ്, ബ്രൂസെല്ല, ഇതൊക്കെ മൃഗങ്ങളിൽ നിന്നും പകരുന്നതാണ്. ഇനി അടുത്തത്, വളർത്തുമൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളർത്തുമൃഗങ്ങളെ എപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കുക. വളർത്തുമൃഗങ്ങളുടെ നഖങ്ങളും മുടിയും വെട്ടി വൃത്തിയാക്കുക. വളർത്തുമൃഗങ്ങൾക്ക് വാക്സിൻ എടുക്കുക. വളർത്തുമൃഗങ്ങളുടെ കൂട് വൃത്തിയായി സൂക്ഷിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വംശനാശം വരുന്ന ജീവികളെയാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എക്സ്റ്റിങ്ക്റ്റ് ക്രീച്ചേഴ്സ് എന്നാണ്. എക്സ്റ്റിങ്ക്റ്റ് ക്രീച്ചേഴ്സ്, മെനി ക്രീച്ചേഴ്സ് ദാറ്റ് എക്സിസ്റ്റഡ് വൺസ് ഓൺ എർത്ത് ഹാവ് ബിക്കം എക്സിസ്റ്റഡ് ഡ്യൂ ടു വേരിയസ് റീസൺ. ദ കോസസ് ഓഫ് ദെയർ എക്സ്റ്റിങ്ഷൻ സച്ച് ആസ് എക്സ്ട്രീം കോൾഡ്, ഡ്രൗട്ട്, meteorite fall, epidemic and volcanic eruption are not under human control. However, by destroying their habits, humans also play a major role in the extinction of creatures. അതായത് വംശനാശം സംഭവിച്ച ജീവികൾ, ഭൂമിയിൽ ഒരിക്കൽ ഉണ്ടായിരുന്ന പല ജീവികളും വിവിധ കാരണങ്ങളാൽ വംശനാശം സംഭവിച്ചിട്ടുണ്ട്. അതിശൈത്യം, വരൾച്ച, ഉൽക്കാശിലകങ്ങൾ വീഴൽ, പകർച്ചവ്യാധികൾ, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ അവയുടെ വംശനാശത്തിൻ്റെ കാരണങ്ങളാണ്. ഇത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ല. എന്നിരുന്നാലും അവയുടെ ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കുന്നതിലൂടെ ജീവികളുടെ വംശനാശത്തിന് മനുഷ്യനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഈ ജീവജാലങ്ങൾ നശിക്കാൻ കാരണം മനുഷ്യനല്ല. കാരണം അവർക്ക് വരുന്ന പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനം, അതിശക്തിയായ മഞ്ഞുവീഴ്ച, കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യത്യാസം, ഇതൊക്കെ കാരണമാണ് ജീവികൾക്ക് വംശനാശം സംഭവിക്കുന്നത്. എന്നാൽ ഇവരുടെ ആവാസ വ്യവസ്ഥ, അതായത് നമ്മൾ മനുഷ്യന്മാരെന്താ ചെയ്യുന്നത്, കാടുകൾ വെട്ടി അവിടെ ബിൽഡിങ്ങുകളും പാർപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അതെന്താണ്,
അത് മനുഷ്യൻ മൃഗങ്ങളോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് വംശനാശം നേരിടുന്ന ജീവികളാണ് വെള്ളിമൂങ്ങ, അതുപോലെ തന്നെ ഇരുതലമൂരി, നക്ഷത്രയാമ, അതുപോലെ തന്നെ ചിലയിനം പാമ്പുകളും. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പാഠം.